നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂളിൽ അനാലിസിസ് റേറ്റ്സ് ആണ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയതാണ്. നമ്മൾ തേർഡ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്തപ്പോൾ അബ്സ്ട്രാക്ട് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ടെർമിനോളജി നമുക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതായത് നമ്മൾ കണ്ടുപിടിച്ച മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റിന്റെ റേറ്റ് അനാലിസിസ് നടത്തുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്കൻഡ് മൊഡ്യൂളിനകത്ത് സ്പെസിഫിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. എങ്ങനെയാണ് അതിന്റെ ടേബിള് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ തേർഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഓൾറെഡി അതിനകത്ത് ഉണ്ടായിരുന്നതാണ്. അതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു അബ്സ്ട്രാക്ട് പ്രിപ്പറേഷൻ. അപ്പൊ അതാണ് നമ്മളിവിടെ സെക്കൻഡ് മൊഡ്യൂളിൽ ഒരു മൊഡ്യൂളായിട്ട് പഠിക്കുന്നത്. അപ്പൊ നോക്കിയാൽ നിങ്ങൾ പല ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു RCC വർക്കാണ് അല്ലെങ്കിൽ ഒരു സിമെന്റ് കോൺക്രീറ്റ് വർക്കാണ് ചോദിക്കുന്നതെങ്കിൽ അത് നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് നിങ്ങളോട് ചോദിക്കും ഒരു 10 മീറ്റർ ക്യൂബ് സിമെന്റ് കോൺക്രീറ്റിന് ഉള്ള മെറ്റീരിയൽസിന്റെ കാൽക്കുലേഷൻ എടുക്കാന്നുള്ളത്. അപ്പൊ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് റിക്വയർഡ് ഇൻ 10 മീറ്റർ ക്യൂബ് കോൺക്രീറ്റ്, അതായത് 10 മീറ്റർ ക്യൂബില് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് വേണമെന്ന് ചോദിച്ചാൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 15.2 ഡിവൈഡ് ബൈ സം ഓഫ് പ്രൊപ്പോർഷൻസ്. നിങ്ങൾ ഇതിനകത്ത് ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ശരിക്കും ഈ ഇക്വേഷൻസ് മാത്രമാണ്. അതായത് ഇത് ഓരോന്നിനും ഡിഫറെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇത് പറയുന്ന RCC വർക്കിന്റെ കാര്യമാണ്. 15.2 ഡിവൈഡ് ബൈ സം ഓഫ് പ്രിപ്പറേഷൻ. ഇത് എന്തുകൊണ്ടാണ് 15.2 പറയുന്നത് വെച്ചാൽ ഇത് ശരിക്കും നമ്മൾ ഡ്രൈ വെയിറ്റ് എടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ 10 മീറ്റർ ക്യൂബ് വെറ്റ് കോൺക്രീറ്റ്, നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് വരുന്ന കോൺക്രീറ്റ് ആണ് വെറ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 10 മീറ്റർ ക്യൂബ് വെറ്റ് കോൺക്രീറ്റ് കിട്ടണമെങ്കിൽ ഏകദേശം അത് എന്ത് വരും? 15.2 മീറ്റർ ക്യൂബ് ഡ്രൈ മിക്സ് എടുക്കണം. വെറ്റാകുമ്പോൾ സംഭവിക്കുക, ഈ വോളിയം കുറച്ചും കൂടി ഒന്ന് കുറയും. കാര്യം വെറ്റാകുമ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് കുറയും, പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഗ്യാപ്പ് കുറയും, അങ്ങനെ വോളിയം ഒന്ന് കുറയും. നമ്മളിപ്പോൾ ഡ്രൈ മിക്സ്, അതായത് ജസ്റ്റ് നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ് ഇടുന്നു, ഫൈൻ അഗ്രിഗേറ്റ് ഇടുന്നു, സിമെന്റ് ഇടുന്നു, ഇതായിരിക്കണം. അപ്പൊ ഈ ഇതിനകത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ 15.2 മീറ്റർ ക്യൂബ് ആണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? 10 മീറ്റർ ക്യൂബ് എന്ന അസംഷനിലാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതുന്നത്. അതായത് 15.2 ഡിവൈഡ് ബൈ സം ഓഫ് പ്രൊപ്പറേഷൻ. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ 1:2:4 കോൺക്രീറ്റ് മിക്സ് ആണ് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ 1:2:4 കോൺക്രീറ്റ് മിക്സ് ആണ് പറയുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് സിമെന്റ് എത്ര ഉണ്ടാവും? അതായത് 10 മീറ്റർ ക്യൂബിൽ 1 മീറ്റർ ക്യൂബിൽ 1.52 ഉണ്ടാവുള്ളൂ. 10 മീറ്റർ ക്യൂബ് വെച്ചാണ് നമ്മൾ പറയുക. അതായത് നമുക്ക് എളുപ്പത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാം. ഈ മീറ്റർ ക്യൂബിൽ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു 10 മീറ്റർ ക്യൂബ് ഉള്ള ക്വാണ്ടിറ്റി നമ്മൾ ഒരുമിച്ചെടുത്തതാണ് നമ്മളതിനെ ഈ അനാലിസിസ് റേറ്റ്സിലേക്ക് ഇട്ടിട്ട് പിന്നീട് അതിനെ നമുക്ക് എത്ര മീറ്റർ ക്യൂബ് ആണ് ക്വസ്റ്റ്യനിൽ അതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ്. ഇപ്പോൾ മനസ്സിലാക്കാം. ഇപ്പോൾ 1:2:4 കോൺക്രീറ്റ് മിക്സ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അതിനകത്ത് സിമെന്റിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ quantity of cement in 10 meter cube of that mix will be equal to 15.2 divided by sum of proportions. അതായത് sum of proportions പറഞ്ഞാൽ 1 plus 2 plus 4. അതായത് 1 സിമെന്റ് 2 sand 3 4 എന്താണ് വരിക? 4 aggregate. അപ്പോൾ 15.2 divided by the sum of proportions ആണ് വരിക. അപ്പോൾ 10 മീറ്റർ ക്യൂബ് കോൺക്രീറ്റിൽ എന്തുണ്ടാവും? 1:2:4 മിക്സിൽ 2.2 മീറ്റർ ക്യൂബ് സിമെന്റ് ഉണ്ടാവും. അപ്പൊ അത് വെച്ച് നമുക്ക് സാൻഡും കോസൊക്കെ കണ്ടുപിടിക്കില്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? അതിന്റെ നേരെ പ്രൊപ്പോർഷൻ എത്രയാണോ അത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 2.2 മീറ്റർ ക്യൂബ് സിമെന്റിന് 4.4 മീറ്റർ ക്യൂബ് സാൻഡും 8.8 മീറ്റർ ക്യൂബ് കോസ് അഗ്രിഗേറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് 10 മീറ്റർ ക്യൂബ് കോൺക്രീറ്റ് കണ്ടുപിടിച്ചിട്ട് ഓരോന്നും, അതായത് സിമെന്റ് എത്രയാണ്, ഫൈൻ അഗ്രിഗേറ്റ് എത്രയാണ്, കോസ് അഗ്രിഗേറ്റ് എത്രയാണ്, 10 മീറ്റർ ക്യൂബ്, ഇതൊക്കെ 10 മീറ്റർ ക്യൂബിന്റെ കാര്യമാണ് പറയുന്നത്. 10 മീറ്റർ ക്യൂബിൽ എത്രയാണ് ക്വാണ്ടിറ്റി എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ബേസിക് എങ്ങനെയാണ് കാര്യം എന്നുള്ളത്? അപർണ ജോസ് ഉണ്ടോ? ഇല്ല. അപർണ KM ഉണ്ടോ? മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യം? അതായത് 15 നമ്മളിപ്പോ ഒരു 10 മീറ്റർ ക്യൂബ് എന്ന രീതി, എന്ത് മീറ്റർ ക്യൂബിൽ വരുന്ന എല്ലാ ക്വാണ്ടിറ്റീസ് നമ്മൾ ഒരു 10 എന്നൊരു ക്വാണ്ടിറ്റി ആയിട്ടാണ് എടുക്കുക. എന്നിട്ട് പിന്നെ അതിനെ കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഐ പ്രിപ്പയർ അനാലിസിസ് ഓഫ് റേറ്റ് ഫോർ സിമെന്റ് കോൺക്രീറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് റീൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റ് എന്നല്ല പറയുന്നത്, വെറും പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. റീൻഫോഴ്സ് എന്നാണെങ്കിൽ അതിനകത്ത് എന്ത് ക്വാണ്ടിറ്റികൾ വരും? സ്റ്റീലും കൂടെ എടുക്കും. നമ്മൾ ഈ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ എടുക്കണ്ട. സിമെന്റ് കോൺക്രീറ്റ് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റ് RCC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ
സ്റ്റീൽ എടുക്കേണ്ട ആവശ്യമുള്ളൂ. 1:2:4 ഫോർ 1 മീറ്റർ ക്യൂബ്. അത് 1 മീറ്റർ ക്യൂബ് എത്രയാണ് കണ്ടുപിടിക്കാന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം 1 മീറ്റർ ക്യൂബിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് ഓഫ് സിമെന്റ് ഉണ്ട്, സാൻഡ് ഉണ്ട്, കോസഗ്രേറ്റ് ഉണ്ട്, ഓരോന്നിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ കൂടെ ലേബർ ചാർജ് എല്ലാം പറയണം. അപ്പൊ അതിനകത്ത് അവർ പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് തരും. ശരിക്കും CPWD റേറ്റ്സ് വെച്ചിട്ടുള്ള റേറ്റുകളാണ് ഇവർ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ എക്സാം CPWD ബുക്ക് ഒക്കെ കയറ്റാൻ അനുവദിക്കില്ല. അപ്പൊ നിങ്ങൾ എന്താണ് ബുക്ക് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. അതായത് അതിനകത്ത് ഓരോ റേറ്റും പറയും, ഓരോ മെറ്റീരിയലിന്റെ റേറ്റ്, ലേബറിന്റെ റേറ്റ് എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ എക്സാം ഹോളിൽ CPWD ബുക്ക് കയറ്റാൻ കഴിയില്ല. പക്ഷെ ക്വസ്റ്റ്യനിൽ അവർ പറയുന്നുണ്ടാവും. അപ്പൊ നോക്കാം. ഗീവൺ റേറ്റ് ഓഫ് സ്റ്റോൺ ബല്ലാസ്റ്റ്, അതായത് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ആണ്. അപ്പൊ അതിന് 20 mm അല്ല നമ്മളുടെ അഗ്രഗേറ്റീവ്സിന് 40 mm ആണ്. അതൊന്നും ആ ഒരു ക്വസ്റ്റിന് പറയും. അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 2400 rupees per meter cube ആണ്. പിന്നെ സാൻഡിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 1800 rupees per meter cube. പിന്നെ അതിനകത്ത് പറഞ്ഞു ലേബർ റിക്വയർമെന്റ് ഗീവൺ, സിമെന്റിന്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ട് 9700 per meter cube. ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് സൊല്യൂഷൻ എങ്ങനെ എടുക്കാൻ നോക്കാം. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ റേറ്റ് അനാലിസിസ് പ്രിപ്പയർ ചെയ്യുക എന്നാണ് നമ്മളുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് 1 മീറ്റർ ക്യൂബ് ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, 10 മീറ്റർ ക്യൂബ് എന്ന് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് അതിനെ 1 മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം 1:2:4 മിക്സ് ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. 1:2:4 മിക്സ്. അപ്പൊ എന്തൊരു ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് ഫോർ 10 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ 15.2. ഈ 15.2ന്റെ വാല്യൂ എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഇത് ശരിക്കും നമ്മളുടെ വെറ്റ് കോൺക്രീറ്റിന്റെ വോളിയം, ഡ്രൈ കോൺക്രീറ്റിന്റെ വോളിയം ആണ് 15.2. അത് വെറ്റ് ആകുമ്പോൾ എന്താവും, 10 മീറ്റർ ക്യൂബ് ആയിട്ട് കുറയും. അപ്പൊ ഈ 15.2 ഡിവൈഡഡ് ബൈ 1:2:4. കാരണം ഇതെല്ലാം നമ്മൾ ഡ്രൈ ആയിട്ടല്ല എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഡ്രൈ മിക്സിന്റെ വോളിയം നമ്മൾ ഉപയോഗിക്കുന്നത്. 10 മീറ്റർ ക്യൂബ് ഓഫ് വെറ്റ് കോൺക്രീറ്റ് ഉണ്ടെങ്കിൽ 15.2 മീറ്റർ ക്യൂബ് ഓഫ് ഡ്രൈ മിക്സ് വേണം. അപ്പൊ 15.2 ഡിവൈഡ് ബൈ സം ഓഫ് പ്രൊപ്പോർഷൻസ് 1:2:4 മിക്സ് ആണ്. അപ്പൊ നമുക്ക് സിമെന്റിന്റെ ക്വാണ്ടിറ്റി കിട്ടും. എത്രയായാലും 10 മീറ്റർ ക്യൂബ് ഓഫ് കോൺക്രീറ്റിന് 2.2 മീറ്റർ ക്യൂബ് സിമെന്റ് കിട്ടും. അതുപോലെ സാൻഡ് 4.4. ഈ വെച്ച് നോക്കിയാൽ മതി. 2.2 മൾട്ടിപ്ലൈഡ് ബൈ 2, 2.2 മൾട്ടിപ്ലൈഡ് ബൈ 4, 8.8. സാൻഡ് 4.4, കോസഗ്രേറ്റ് 8.8. അപ്പൊ ഇതെങ്ങനെയാ, ഈ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലാവാത്തതുണ്ടോ? എല്ലാവർക്കും മനസ്സിലാവുന്ന വിചാരിക്കുന്ന ഒരു സിമ്പിൾ കാര്യമാണ്. നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം 15.2 ഡിവൈഡ് ബൈ സം ഓഫ് പ്രൊപ്പോർഷൻസ്. ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? അക്ഷയ് MV മനസ്സിലായോ? ഓക്കെ. ഇനി ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒരു ടേബിൾ വരയ്ക്കുന്നു. നമ്മൾ ടേബിൾ വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ആദ്യം സീരിയൽ നമ്പർ, പെർട്ടിക്കുലേഴ്സ്, എത്രയാണ് ക്വാണ്ടിറ്റി, പെർട്ടിക്കുലേഴ്സിനകത്ത് മെറ്റീരിയൽ വരാം, ലേബർ വരാം, പിന്നെ റേറ്റ്, പിന്നെ കോസ്റ്റ്, ഇതൊക്കെ എഴുതാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് മെറ്റീരിയൽ എന്താണ്, സ്റ്റോൺ ബല്ലാസ്റ്റ്. സ്റ്റോൺ ബല്ലാസ്റ്റ് 40 mm ആണെന്ന് എഴുതണം. അത് ക്വസ്റ്റിന് പറയും ഏത് ബല്ലാസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇത് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ആയതുകൊണ്ടാണ് 40 mm യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് അവിടെ യൂസ് ചെയ്യുക സാധാരണ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിംഗ് യാതൊരു റീഇൻഫോഴ്സ്മെന്റ് ഇല്ലാതെ കൊടുക്കുന്നത് നമ്മൾ എവിടെയെന്ന് അറിയാം, നമ്മൾ പഠിച്ചിട്ടില്ലേ? നമ്മളുടെ ബിൽഡിംഗ് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ഇവിടെ ഫ്ലോറിലാണ് നമ്മൾ ശരിക്കും PCC കൊടുക്കുന്നത്. താഴെ നമ്മൾ സോയിൽ കൊണ്ട് ഫില്ല് ചെയ്യും, അതിന്റെ മുകളിൽ നമ്മൾ PCC കൊടുക്കും. അതിന്റെ മുകളിൽ നമ്മൾ എന്താണ് സിമെന്റ് കോൺക്രീറ്റ് മോർട്ടർ മാത്രം ഇട്ടിട്ട് അതിന്റെ മുകളിലാണ് ബാക്കിയുള്ള ഫ്ലോറിംഗ് വർക്ക്സ് ഒക്കെ ചെയ്യുക. അപ്പം ആ PCC കൊടുക്കുന്നത് 40 mm അഗ്രഗേറ്റ്സ്, വലിയ സൈസ് അഗ്രഗേറ്റ്സ് ആണ് 40 mm എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ കോൺക്രീറ്റിന് യൂസ് ചെയ്യുന്നത് 20 mm നോർമൽ സൈസ് ഉള്ളതാണ്. ഇത് 40 mm ആണ്. അതിന്റെ ക്വാണ്ടിറ്റി 8.8 മീറ്റർ ക്യൂബ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് ക്വസ്റ്റിന് തരും 2400 per meter cube. അത് കമ്പ്യൂട്ട് ചെയ്യുക. അതായത് 8.8 മൾട്ടിപ്പിൾ ബൈ 2400 നമുക്ക് കോസ്റ്റ് കിട്ടും. പിന്നെ സാൻഡ് ഇതേപോലെ, സാൻഡ് ഏതാണെന്ന് അവർ മെൻഷൻ ചെയ്യും. ചിലപ്പോൾ ഒരു കോസ് സാൻഡ് എന്ന് പറയും, ഫൈൻ സാൻഡ് എന്ന് പറയും. കോസ് സാൻഡ്, ഫൈൻ സാൻഡ് ഇപ്പൊ അവർ പറയുന്നത് വെച്ചാൽ കുറച്ചും കൂടി ഇപ്പം പ്ലാസ്റ്ററിംഗ് വർക്കിനൊക്കെയാണ് ഫൈൻ പറയുക. കോഴ്സ് ശരിക്കും ഇങ്ങനത്തെ PCC-ക്കൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പൊ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നോക്കാം, ഓരോന്നിന്റെ റേറ്റ്, എത്ര മീറ്റർ ക്യൂബ് റേറ്റ്, അത് മൾട്ടിപ്ലൈഡ് ബൈ ക്വാണ്ടിറ്റി എഴുതുക. ഇത് വെരി സിമ്പിൾ സ്റ്റെപ്പാണ്. അതുപോലെ സിമെന്റ് എഴുതുക, എത്രയാണ് നമുക്ക് ക്വാണ്ടിറ്റി കിട്ടിയത്, നമ്മുടെ ഈ കാൽക്കുലേഷൻ ക്വാണ്ടിറ്റി കിട്ടിയത് എഴുതുക, റേറ്റ്, ഓരോന്നിന്റെ മീറ്റർ ക്യൂബിന്റെ റേറ്റ് എഴുതുക, കോസ്റ്റ് എഴുതുക. നമുക്ക് ടോട്ടൽ മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി, ടോട്ടൽ കോസ്റ്റ് കിട്ടും. അതായത് 21,120 ആണ് സ്റ്റോൺ ബല്ലാസ്റ്റിന്റെ. സ്റ്റാൻഡിന് നമ്മൾ 7,920 കൊടുത്തിട്ടുണ്ട്. സിമെന്റിന് 21,340. അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 50,380 കിട്ടും. ഇതാണ് മെറ്റീരിയലിന്റെ മാത്രം. ഈ നെക്സ്റ്റ് പെർട്ടിക്കുലർ എന്താണെന്ന് വെച്ചാൽ ലേബർ ആണ്.
ലേബർ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, എന്തൊക്കെ ലേബർ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്കൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാം. നമ്മുടെ കഴിഞ്ഞ പോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ലോഡ് ആവുന്ന സമയത്ത് നമുക്ക് ലേബറിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ ഈ ലേബർക്ക് ഇത് എന്തുകൊണ്ടാണ് ഈ മിസ്ട്രി മസ്ദൂർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ബിസ്റ്റി കൂലി എന്നൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ CPWD ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് നോക്കുന്നതുകൊണ്ടാണ്. അപ്പൊ കേരള ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് വേറെ ഉണ്ട്, അതിനകത്താണെങ്കിൽ നമ്മുടെ ഈ ലാംഗ്വേജ് തന്നെയാണ് യൂസ് ചെയ്യുക. പക്ഷേ ഈ മിസ്ട്രി എന്നുള്ള ലാംഗ്വേജ് ഒക്കെ അവിടെ നോർത്ത് ഇന്ത്യയിൽ കോമൺ ആയതുകൊണ്ടാണ് അവിടെ CPWD റേറ്റ്സ് അങ്ങനെ പറയുന്നത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് നോക്കിയേ, ഇതിനകത്ത് പറയുന്നില്ലേ, ഡെവലപ്പ് ദ റേറ്റ് അനാലിസിസ് ഫോർ DSR ഐറ്റം RCC, അതാണ് വേറെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതിനകത്ത് ഓരോന്നും പറയുന്നുണ്ട് എന്തൊക്കെയാണ് മെറ്റീരിയൽ. 20 mm അഗ്രിഗേറ്റ്, 10 mm അഗ്രിഗേറ്റ്, ഫോർസ് ആൻഡ് ഓരോന്നും പറയുന്നുണ്ട്. ഇത് ലേബർ, മേസൺ, വെൽഡർ, ബിസ്റ്റി, കൂലി, ഓരോരുത്തർ എത്ര വേണം റിക്വയർമെന്റും ഉണ്ട്. ഇതാണ് നമ്പേഴ്സ് പറയുന്നത്. 0.24 നമ്പർ, പിന്നെ ഓരോന്നിന്റെ റേറ്റ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. പിന്നെ കാരേജ് പ്രൊവിഷൻ അതും കൂടി ആഡ് ചെയ്യണം തന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഹയർ ചാർജസ്, സൺറൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മിസ്സേജസ് ചാർജസ് എന്ന് പറയാം. അതാണ് സൺറൈസ് എന്ന് പറയുന്നത്. ഹയർ ചാർജസ് ഉണ്ടാവും, അത് ഹയർ എന്ന് പറഞ്ഞാൽ മിക്സറിനുള്ള റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പറയും. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയൽ ലേബർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ലേബറിന്റെ റിക്വയർമെന്റ് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് വരെ അവർ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. മനസ്സിലായല്ലോ എങ്ങനെയാണ്? ആ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എത്രയാണ് നമ്പർ. ഇതൊക്കെ നമ്പേഴ്സ് ആണ്. അതായത് 0.24 മേസൺ വേണം, വെൽഡർ 2.75 മേസൺ വേണം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇത് ഹെഡ് മേസന്റെ നമ്പർ നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 1/3 ആണ്. അതായത് ഒരാളെ 3ആയിട്ട് മുറിച്ച് മാറ്റുന്നല്ല എന്ന് പറയുന്നത്. അതായത് അയാൾക്ക് ആ ദിവസം ഒരു ദിവസത്തെ 1/3 വർക്കേ അവിടെ ഉള്ളൂ എന്നാണ് പറയുന്നത്, ഹെഡ് മേസന്റെ വർക്ക്. മനസ്സിലായോ? അപ്പൊ അയാളുടെ റേറ്റ് എത്രയാണ്? ഒരു ദിവസത്തേക്കുള്ളത് 425 ആണ് പെർ ഡേ. അപ്പൊ നമ്മളെ എത്ര കൊടുക്കണം? 141.7 ആണ് കൊടുക്കുന്നത്. അപ്പൊ എന്താ സംഭവിച്ചാൽ നമ്മുടെ ഈ പെർട്ടിക്കുലർ വർക്കിനാണ് ഈ ഹെഡ് മേസന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. കാര്യം സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു കൺസ്ട്രക്ഷൻ ആയിട്ട് പല വർക്കുകൾ നടക്കുന്നുണ്ടാവും. അപ്പൊ ഒരു പക്ഷെ രാവിലെ ഒരു 1/3 പോർഷൻ ഇയാൾ എന്ത് വരും, ഹെഡ് മേസൺ നമ്മളുടെ ഈ PCCന്റെ അവിടെ വന്ന് നിൽക്കും. സെക്കൻഡ് പോർഷൻ ഇയാൾ വേറെ എവിടെയും പോയി നിൽക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ PCC വർക്കിന് മാത്രമാണ്. അപ്പൊ ഹെഡ് മേസൺ 1/3 അയാളുടെ ഒരു ദിവസത്തിന്റെ 3/1 ഭാഗം നമുക്ക് ആവശ്യമുണ്ട്. ഒരു ദിവസം അയാൾക്ക് 425 ആണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ 3 കൊടുക്കാൻ വേണ്ടിയിട്ട് 141.7 നമ്മൾ എഴുതണം. പിന്നെ നമ്മൾ നെക്സ്റ്റ് മേസൺ ഹെഡ് മേസൺ എന്താന്ന് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ കെട്ടുപണിക്കാരാണ്. മനസ്സിലായോ? ഇങ്ങനത്തെ കോൺക്രീറ്റ് പണിക്കാരൊക്കെയാണ് മേസൺ എന്ന് പറയുന്നത്. അപ്പൊ മേസൺസ് 2 പേരെ ആവശ്യമുണ്ട്. 2 പേരെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് 2 പേരെന്നായിരിക്കില്ല, അല്ലെങ്കിൽ ഒരാൾ 2 ദിവസത്തെ വർക്ക്, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അതൊക്കെ ഒരു ക്വസ്റ്റ്യനിൽ പറയാനുണ്ടാവില്ല, നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി. പക്ഷെ ഇത് നമ്പേഴ്സ് മാത്രം എടുത്താൽ മതി. 2 മേസൺ ഒന്നും ആവരുത്. ചിലപ്പോൾ ഒരാൾ 2 ദിവസത്തെ വർക്ക് എന്നൊക്കെ ആയിരിക്കും. അതേപോലെ മസ്ദൂർ എന്ന് പറഞ്ഞാൽ 12 പേരായിരിക്കില്ല, ചിലപ്പോൾ 4 പേര് 3 ദിവസത്തെ വർക്കായിരിക്കും, 6 പേര് 2 ദിവസത്തെ വർക്കായിരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും നമ്പറിലാണ് ചെയ്യുക, അതായത് എത്ര നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് എന്നാണ് നമ്മൾ പറയാം. നിങ്ങളുടെ പ്രോബ്ലം ഒക്കെ നിങ്ങൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലേ വർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ്. അതായത് എന്താണ് പറയുക, വർക്കിംഗ് ഡേയ്സ് ഇൻറ്റു പേഴ്സൺ, അങ്ങനെയാണ് നമ്മൾ നമ്പർ പറയാം. അപ്പം മേസൺസ് 2 നമ്പേഴ്സ് ആണ്. അതായത് ഒരുപക്ഷെ 2 മേസന് ഒരു ദിവസത്തേക്കായിരിക്കും ആവശ്യം, അല്ലെങ്കിൽ ഒരു മേസന് 2 ദിവസത്തേക്കായിരിക്കും ആവശ്യം. എന്താണേലും പെർ യൂണിറ്റ് റേറ്റ് എന്ന് പറയുന്നത് 400 ആണ്. അത് കണ്ടുപിടിക്കുക. പിന്നെ മസ്ദൂർ എത്ര നമ്പേഴ്സ് 12 പേരുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മേസൻസ് 2 ദിവസത്തേക്കായിരിക്കും, അല്ലെങ്കിൽ 4 മേസൻസ് 3 ദിവസത്തേക്കായിരിക്കും. അങ്ങനെയാണ് 12 എത്തുന്നത്. അപ്പോൾ ഓരോന്നിന്റെ യൂണിറ്റ് റേറ്റ് 250 പെർ ഡേ ആണ്. ഓരോരുത്തരുടെയും റേറ്റ് എഴുതാം, ടോട്ടൽ റേറ്റ് എഴുതാം. അതായത് 250/12 3000. പിന്നെ ബോയ് ഓർ വുമൻ കൂലി എത്ര നമ്പർ വേണമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും, റേറ്റും പറഞ്ഞിട്ടുണ്ടാവും, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. പിന്നെ ബിസ്റ്റി എല്ലാം സെയിം തന്നെ. പിന്നെ ഫോം വർക്ക്, ഈ ഫോം വർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അത് നമ്മൾ നമ്പേഴ്സിന് വരെ നമ്മൾ ലംസം എന്ന് പറയുന്നതാണ്. നിങ്ങൾ ലംസം കോൺട്രാക്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും റിപ്ലൈ തന്നെ.
ലംസം കോൺട്രാക്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അഭിനവ് മഹേഷ്, അഭിനവ് ഓഡിബിൾ ആണോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും. അക്ഷയ് എം വി. യെസ് സർ, ഓഡിബിൾ ആണ്. ഓഡിബിൾ അല്ലേ? അപ്പൊ മനസ്സിലാവുന്നില്ലേ നീ ഇതിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ? എല്ലാം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ജസ്റ്റ് നമ്മൾ അതിനെ ടേബിൾ ഫോർമാറ്റിലേക്ക് ആക്കുക. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ മാത്രമാണ്. കോൺക്രീറ്റിന്റെ സിമെന്റിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, 10 മീറ്റർ ക്യൂബിൽ എത്ര വോളിയം ഉണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അത് നമുക്ക് എന്ത് കിട്ടും? 15/2 സം ഓഫ് പ്രൊപ്പോർഷൻ. അത് വെച്ച് ഓരോന്നിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക, അതിന്റെ റേറ്റ് ക്വാണ്ടിറ്റി എത്ര ഉണ്ട് എഴുതുക, റേറ്റ് എഴുതുക, കോസ്റ്റ് എഴുതുക. പിന്നെ അതേപോലെ ലേബർ എല്ലാം ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, അതെല്ലാം എഴുതുക. ഈ ഫോം വർക്ക് ഒക്കെ ലംസമായിട്ടാണ് പറയാം. അപ്പൊ അതിനൊരു ജസ്റ്റ് ലംസം എന്ന് പറഞ്ഞാൽ ഇപ്പം ജസ്റ്റ് ഒരു നമ്പേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാതെ ഒരു പ്രോപ്പർ കാൽക്കുലേഷൻ ഇല്ലാതെ ഒരു കണ്ണുപൂട്ടൊരു വാല്യൂ പറയാം. ഇങ്ങനെയൊക്കെയാണ് വരിക ലംസം എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഒരു കോൺട്രാക്ട് നമുക്കിപ്പോ ഒരു വീട് പണിഞ്ഞു തന്നു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു മതിൽ പണിയാനായിരിക്കും. പക്ഷെ ഈ മതിൽ പണിയുന്ന കാര്യം, കോമ്പൗണ്ട് വാൾ പണിയുന്ന കാര്യം ഒരുപക്ഷെ നമ്മളെ കോൺട്രാക്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ആ കോൺട്രാക്ടറോട് തന്നെ പറയും നിങ്ങൾ ആ മതിൽ നിങ്ങൾക്ക് പണിഞ്ഞു തരണം. അപ്പൊ അവരെന്ത് തീരുമാനിക്കും? ഞങ്ങൾ പറയും ഇന്ന റേറ്റ് എന്ന് പറയേണ്ട, അവർ പറയും അതെ 1,00,000 രൂപ ഞങ്ങൾ മൊത്തം മതിൽ പണിഞ്ഞു തരാം എന്ന റേറ്റ് അങ്ങ് പറയും. അതിനാണ് ലംസം എന്ന് പറയുന്നത്. അപ്പൊ ഫോം വർക്ക് അതേപോലെയാണ് പറയാം. അപ്പൊ ഒരു സൈറ്റിലേക്കുള്ള മൊത്തം ഫോം വർക്കുകൾ സപ്ലൈ ചെയ്യുന്നവര് ഇത്ര ഏരിയക്ക് ഇത്ര എന്ന് പറഞ്ഞൊരു ജസ്റ്റ് ഒരു വാല്യൂ അങ്ങ് കൂട്ടി തരും. കറക്റ്റ് നമ്പേഴ്സ് ഒന്നും എടുക്കില്ല, കറക്റ്റ് ഒരു പ്രോപ്പർ കാൽക്കുലേഷൻ ഇല്ല, ജസ്റ്റ് ലംസം എമൗണ്ട് ആണ് പറയാം. അതാണ് ലംസം കോൺട്രാക്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഫോം വർക്ക് എങ്ങനെയാണ് പറയാം? അതിന്റെ 1,500 ആണ് പറയാം അതിന്റെ റേറ്റ്, അത് എഴുതാം. അത് മൊത്തത്തിലാണ് പറയാം 1,500. ഇപ്പൊ ഒരു എത്ര ദിവസമാണെന്ന് കണക്കൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു റാൻഡം വാല്യൂ അവർക്ക് ഏകദേശം ഒരു കാൽക്കുലേറ്റർ വാല്യൂ. പിന്നെ അതുപോലെ സൺറൈസ്, അതെന്ന് വെച്ചാൽ ഈ നമുക്ക് ഈ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് സൺറൈസ്. പിന്നെ ടൂൾസ് ആൻഡ് പ്ലാൻസ് ആണ് TNP, ടൂൾസ് ആൻഡ് പ്ലാൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ അതും ലംസമായിട്ടാണ് പറയാം. അപ്പൊ അതൊരു ജസ്റ്റ് ഒരു എമൗണ്ട് കൂടി നമ്മൾ ആഡ് ചെയ്തെടുക്കും, 200 എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തെടുക്കും. ഇതാണ്. എന്നിട്ട് എല്ലാം ലേബർ എല്ലാം കൂടി കൂട്ടുക, മെറ്റീരിയൽ എല്ലാം കൂടി നമ്മൾ കൂട്ടി പിന്നെ ലേബർ എല്ലാം കൂടി ആഡ് ചെയ്യുക. ഇത് നിങ്ങൾ എഴുതിയൊന്നും എടുക്കണ്ട, നിങ്ങൾക്ക് വായിച്ചത് മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഫോർമുല മാത്രമാണ്. ഇപ്പൊ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എന്നുള്ള സാധനം കിട്ടും. ടോട്ടൽ കോസ്റ്റ് എന്ത് വരും? നമ്മളുടെ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ടോട്ടൽ മെറ്റീരിയൽസ് പ്ലസ് ലേബർ കോസ്റ്റ്, അതായത് 11,621.70 പിന്നെ 50,380. ഇതാണ് നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്ന കാര്യം. അതായത് 62,001 രൂപ 70 പൈസ. ഇതാണ് നമ്മളുടെ ടോട്ടൽ കോസ്റ്റ്. എന്നിട്ട് ഇതിന്റെ കൂടെ നമ്മൾ നോർമലി ഒരു കൺവെൻഷൻ എന്ന രീതിയിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് 1.5% വാട്ടർ ചാർജ് ആഡ് ചെയ്യും. അതിനകത്ത് വെള്ളം വേണമല്ലോ നമുക്ക് ഈ കോൺക്രീറ്റിംഗ് വർക്കിനകത്ത് വെള്ളം. അപ്പോൾ വെള്ളം നമ്മൾ ലോക്കലി അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടി നമ്മൾ 1.5% ടോട്ടൽ കോസ്റ്റിന്റെ നമ്മൾ വാട്ടറിന് വേണ്ടിയിട്ട് ചിലവാന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യും. അപ്പൊ വാട്ടറിന് വേണ്ടി എത്ര ചിലവാകും? 1.5 ഡിവൈഡ് ബൈ 100 into 62,000 ടോട്ടൽ കോസ്റ്റിന്റെ 1.5%. നമുക്ക് എന്താ ₹930 കിട്ടും. അതേപോലെ കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് നമ്മൾ 10% ആഡ് ചെയ്യും. അതെന്ത് കിട്ടും? 60,001 രൂപീസിന്റെ 10%, 6,200 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ വാട്ടർ ചാർജ് കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റും നമ്മൾ ഈ ടോട്ടൽ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യുക. അതായത് 62,001 രൂപ 70 പൈസയുടെ കൂടെ 930 rupees വാട്ടർ ചാർജും 6,200 rupees കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റും. അതായത് 10% ആണ് സാധാരണ ഗതിയിൽ കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് കൊടുക്കാറ്. പക്ഷെ എന്താ ചെയ്യുന്ന വെച്ചാൽ പലരും നമ്മൾ ഈ ടെൻഡർ ഒക്കെ വിളിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ 10%നേക്കാളും കുറച്ച് മതി പ്രോഫിറ്റ് എന്ന രീതിയിലാണ് അവർ സബ്മിറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ കുറച്ച് തുക കോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുക. അപ്പം നോർമലി നമ്മൾ 10% ആണ് നമ്മൾ കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. അപ്പൊ ഇതുവരെ ടോട്ടൽ എല്ലാം കൂടെ ആഡ് ചെയ്യാം. എന്തൊക്കെ ആഡ് ചെയ്യണം? ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റിന്റെ കൂടെ 1.5% വാട്ടർ ചാർജ്, പിന്നെ 10% എന്ത് ആഡ് ചെയ്യണം? 10% കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ നമുക്ക് കിട്ടുക. പക്ഷെ ഈ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 69,131 rupees എന്ന് പറയുന്നത് 10 മീറ്റർ ക്യൂബിനുള്ളതാണ്. മനസ്സിലായി? പക്ഷെ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് 1 മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ 1 മീറ്റർ ക്യൂബിന് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം?
ഈ 10 മീറ്റർ ക്യൂബിനുള്ള സാധനത്തിന് ഡിവൈഡ് ബൈ 10 ചെയ്താൽ നമുക്ക് 1 മീറ്റർ ക്യൂബ് കിട്ടും. അതായത് ഫോർ 1 മീറ്റർ ക്യൂബ് ഓഫ് 1:2 സിമെന്റ് കോൺക്രീറ്റിംഗ് വർക്ക് നമ്മുടെ കോസ്റ്റ് 6,913 rupees 10 പൈസയാണ് വരിക. അപ്പൊ ഇത്രയാണ് 1 മീറ്റർ ക്യൂബിന് വരിക. അപ്പം വെരി സിമ്പിൾ കാര്യമാണ്. ഇതിപ്പോൾ 1.5 മീറ്റർ ക്യൂബിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് 1 മീറ്റർ ക്യൂബിനെ കണ്ടുപിടിച്ചിട്ട് 1.5 മൾട്ടിപ്ലൈ ചെയ്താൽ 1.5 മീറ്റർ ക്യൂബ് കിട്ടി. ബേസിക് മാത്സ് ആണ്. അപ്പൊ നിങ്ങളത് ചിന്തിച്ചാൽ മതി. നമ്മൾ ഇങ്ങനത്തെ മീറ്റർ ക്യൂബിൽ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ 10 മീറ്റർ ക്യൂബിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചിട്ട് 1 മീറ്റർ ക്യൂബിനോ ഇപ്പോൾ ക്വസ്റ്റിന് പറയുന്ന 1.5 മീറ്റർ ക്യൂബ് ആയിരിക്കാം, 2 മീറ്റർ ക്യൂബ് ആയിരിക്കാം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അതിനോട് മാറ്റും. 2 മീറ്റർ ക്യൂബ് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? 10 മീറ്റർ ക്യൂബ് കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ബൈ 5 ചെയ്യാം. നമുക്ക് 2 മീറ്റർ ക്യൂബ് കിട്ടും. വെരി സിമ്പിൾ മാത്സ് ആണ്, അത് പ്രത്യേകിച്ച് പറയാനില്ല. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിന്റെ മൊത്തത്തിലൊരു സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ നിങ്ങൾ ഞാൻ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ മാത്രമാണ്. എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് ഫോർ 10 മീറ്റർ ക്യൂബ് ഓഫ് കോൺക്രീറ്റ്. അത് 15.2 ഡിവൈഡ് ബൈ 1+2:4. അതായത് ഈ ഇക്വേഷൻ 15.2 ഡിവൈഡ് ബൈ സം ഓഫ് പോർഷൻസ് എന്നാണ് പറയുന്നത്. നമ്മുടെ പ്ലെയിൻ കോൺക്രീറ്റിന്റെ കാര്യമാണ്. റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റിന്റെ കാര്യം സെയിം ഇക്വേഷൻ തന്നെയാണ്, പക്ഷെ അതിനകത്ത് സ്റ്റീലും കൂടി ആഡ് ചെയ്യണം. അപ്പൊ സ്റ്റീൽ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ, RCCയിൽ ഇപ്പോൾ സ്റ്റീൽ പറഞ്ഞില്ലെങ്കിൽ ബീംസ് ആണ് പറയുന്നതെങ്കിൽ ഏകദേശം നമുക്ക് 1% അസ്യൂം ചെയ്യാം. കോളമാണ് അവർ പറയുന്നതെങ്കിൽ 2% അസ്യൂം ചെയ്യാം. ഒട്ടുമിക്ക സാഹചര്യങ്ങളിൽ അവർ എത്ര പെർസെന്റേജ് സ്റ്റീൽ ഉണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറയും, RCC വർക്ക് ആണെങ്കിൽ. അതിനനുസരിച്ച് നമുക്ക് സ്റ്റീലിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇത്രയും വരെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ അനാലിസിസ് റേറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത്. ഒന്നും കൂടി നോക്കാം. അതായത് മിക്സ് എഴുതാം. ഓരോ സിമെന്റും സാൻഡ് ആണെങ്കിലും അഗ്രിഗേറ്റ് ആണെങ്കിലും എത്രയാണ് അതിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം. ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചാൽ ഇക്വേഷൻ ഓർമ്മ വെക്കണം കേട്ടോ, അത് നിർബന്ധമാണ്. അത് മാത്രം നിങ്ങൾ ഓർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഓരോന്നിന്റെ ടാബുലർ ഫോമിൽ ടോട്ടൽ കോസ്റ്റ് എഴുതുക. എന്നിട്ട് മെറ്റീരിയൽ കോസ്റ്റ് കണ്ടുപിടിക്കുക. അതുപോലെ ലേബറിന്റെ കോസ്റ്റ് ക്വസ്റ്റ്യനൊക്കെ തരും, അതെല്ലാം കണ്ടുപിടിക്കുക. ടോട്ടൽ എഴുതുക. പിന്നെ ടോട്ടൽ എല്ലാം കൂടി ആഡ് ചെയ്താൽ ലേബർ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും കൂടി ആഡ് ചെയ്ത് നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ കുറച്ച് കൺവെയൻസ് കോസ്റ്റോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റോ ഒക്കെ ക്വസ്റ്റിന് പറഞ്ഞെങ്കിൽ അത് ആഡ് ചെയ്യണം ടോട്ടൽ കോസ്റ്റിന് കൂടെ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക? വാട്ടർ ചാർജ് 1.5% ഓഫ് ടോട്ടൽ കോസ്റ്റ് വാട്ടർ ചാർജ് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 10% കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റും കൂടെ കൊടുക്കുക. അങ്ങനെ നമ്മൾ 10 മീറ്റർ ക്യൂബുള്ള കണ്ടുപിടിച്ചു. എന്നിട്ട് എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് അതിനനുസരിച്ച് കൺവേർട്ട് ചെയ്യും. ഇത്രയുള്ള നമ്മുടെ ഈ ക്വസ്റ്റ്യൻ. ഇതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, പക്ഷെ ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായ ക്വസ്റ്റ്യൻ? അഖിൽ വേണുഗോപാൽ ഉണ്ടോ? ഉള്ളു. സാന്ദ്ര ഉണ്ടോ? സാന്ദ്ര മറിയ ജോജി മനസ്സിലായോ എങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യം? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു RCCന്റെ ഒരെണ്ണം ചെയ്ത് നോക്കാം. അപ്പൊ RCCനകത്ത് വ്യത്യാസം വരുന്നത് എന്താ? പ്ലെയിൻ കോൺക്രീറ്റിന് സ്റ്റീലിന്റെ ക്വാണ്ടിറ്റി. അപ്പം ഇതിനകത്തെല്ലാം പറയുന്നുണ്ട്. RCC വർക്ക്സ് ഇൻ ബീംസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1:2:4 പ്രൊപ്പോർഷൻ ആണ്. പിന്നെ ലേബർ മെൻഷൻഡ് ഇൻ ക്വസ്റ്റ്യൻ പേപ്പർ, റേറ്റും എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത കാര്യങ്ങളാണ്. എല്ലാ ലേബറും സെയിം ആണ്, പക്ഷെ RCC വർക്ക്സ് ആണ് മാത്രം. അപ്പൊ അതിനകത്ത് വ്യത്യാസം പറഞ്ഞാൽ ആകെ സ്റ്റീൽ വരുന്നുള്ളതാണ്. പക്ഷെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? കഴിഞ്ഞ കാലം തുടങ്ങിയതുപോലെ സ്റ്റീൽ എത്ര പെർസെന്റേജ് ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ബീംസ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ 1% എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യും ക്വസ്റ്റ്യൻ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇക്വേഷൻ വെച്ച് സിമെന്റിന്റെ എത്ര ക്വാണ്ടിറ്റി എന്ന് കണ്ടുപിടിക്കും. 10 മീറ്റർ ക്യൂബ് ഉണ്ടെന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്യാം. അതിനകത്ത് സിമെന്റിന്റെ എത്ര ക്വാണ്ടിറ്റി എന്ന് കണ്ടുപിടിക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 1 മീറ്റർ ക്യൂബ് തന്നെ ആയിരിക്കണം ക്വസ്റ്റ്യനിൽ. അപ്പൊ നമ്മൾ 10 മീറ്റർ ക്യൂബ് RCCയിൽ സിമെന്റിന്റെ എത്ര ക്വാണ്ടിറ്റി എന്ന് കണ്ടുപിടിക്കുക. അതിന്റെ ഇക്വേഷൻ 15/2.2 ഡിവൈഡ് ബൈ സം ഓഫ് പ്രൊപ്പോർഷൻസ്, അതായത് 2.2 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ സാൻഡ് 4.4, ഫോസഗ്രേറ്റ് 8.8. കാര്യം എന്താണ്? നമ്മളുടെ പ്രൊപ്പോർഷൻ 1:2:4 ആണ്. അപ്പോൾ സിമെന്റ് 1, സാൻഡ് 2, ഫോസഗ്രേറ്റ് 4. അങ്ങനെയാണ് നമ്മളുടെ പ്രൊപ്പോർഷൻസ് ഒക്കെ വരിക. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സിൻസ് ദ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീൽ റിക്വയർഡ് ഈസ് നോട്ട് മെൻഷൻഡ്, അസ്യൂം ഇറ്റ് ആസ് 1% ഓഫ് ടോട്ടൽ ഇൻ RCC ബീംസ്. അതായത് നമ്മുടെ RCCന്റെ ടോട്ടൽ ക്വാണ്ടിറ്റിന്റെ 1% ആണ് സ്റ്റീൽ എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ബീമിലാണെങ്കിൽ, കോളത്തിലാണെങ്കിൽ എന്ത് ചെയ്യുക? അത് 2% എന്ന് അസ്യൂം ചെയ്യാം.
മനസ്സിലാവും. മിക്കപ്പോഴും ഈ എത്ര പെർസെന്റേജ് സ്റ്റീൽ ഉണ്ടെന്ന് പറയും ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പൊ 1% സ്റ്റീലാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ 10 മീറ്റർ ക്യൂബ് ആണ്. 10 മീറ്റർ ക്യൂബിന്റെ 1% എത്രയാണ് വരിക? 0.1 മീറ്റർ ക്യൂബ് സ്റ്റീൽ ഉണ്ടാവും കിട്ടും. അങ്ങനെ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീൽ കിട്ടുക. മനസ്സിലായി. ഫോർ കോളം ആണെങ്കിൽ 2% അത് എഴുതിയിട്ടുണ്ട്. അപ്പൊ 10 മീറ്റർ ക്യൂബ് ആർ സി സിയിൽ 1% പറഞ്ഞാൽ 0.1 മീറ്റർ ക്യൂബ് കിട്ടും. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ എപ്പോഴും മീറ്റർ ക്യൂബിലല്ല സ്റ്റീലൊക്കെ എക്സ്പ്രസ് ചെയ്യേണ്ടത്. സ്റ്റീൽ എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്തെല്ലാം കിൻഡലിലാണ്. നമുക്കറിയാലോ, നമ്മൾ കഴിഞ്ഞ തേർഡ് മൊഡ്യൂളിൽ എസ്റ്റിമേഷൻ സമയത്ത് നമ്മൾ സ്റ്റീലിന്റെ ക്വാണ്ടിറ്റി ഒക്കെ നമ്മൾ കിലോഗ്രാമിന് കിൻഡലിലാണ് എക്സ്പ്രസ് ചെയ്തത്. അപ്പൊ ഒരു ഈ 0.1 മീറ്റർ ക്യൂബ് എത്ര കിൻഡൽ ഉണ്ടെന്ന് നോക്കുക. അതായത് 7850 ആണ് ഒരു മീറ്റർ ക്യൂബിന്റെ വെയിറ്റ് കിലോഗ്രാം. അപ്പൊ 0.1 മീറ്റർ ക്യൂബിന് 785 കിലോഗ്രാം വരും. അതെന്ന് വെച്ചാൽ 7.85 കിൻഡലാണ്. അതായത് 100 കിലോഗ്രാം ആണ് ഒരു കിൻഡൽ. യൂണിറ്റ് വെയിറ്റ് 785 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പഴയ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ നമ്മൾ ഇതിനെ ടേബിളർ ഫോമിലേക്ക് ആക്കുക. ടേബിളർ ഫോമിലേക്ക് ആക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ എഴുതുക. പിന്നെ സ്റ്റോൺ ബലാസ്റ്റ് 20 mm ആണ്. നേരത്തെ 40 mm ആയിരുന്നു. ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ വേറെ നോക്കണ്ട. പ്രൊപ്പോർഷൻ ഒക്കെ സെയിം തന്നെയായിരിക്കും. ഇത് സൈസ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് നിങ്ങൾ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുക അത് കറക്റ്റ് ആയിട്ട് അതേപോലെ എഴുതുക. അപ്പൊ എത്ര കിട്ടി നമുക്ക്? സ്റ്റോൺ ബലാസ്റ്റ് 8.8 മീറ്റർ ക്യൂബ്. ഓരോന്നിന്റെ യൂണിറ്റ് റേറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. മൾട്ടിപ്ലൈ ചെയ്യുക, എഴുതുക. 8.8 മൾട്ടിപ്ലൈഡ് ബൈ യൂണിറ്റ് റേറ്റ്. അതുപോലെ സാൻഡ് 4.4 മൾട്ടിപ്ലൈഡ് ബൈ യൂണിറ്റ് റേറ്റ് അത് പറയും. പിന്നെ സിമെന്റ് എത്ര കിട്ടിയ 2.2 മീറ്റർ ക്യൂബ് ആണ്. അത് മൾട്ടിപ്ലൈഡ് ബൈ യൂണിറ്റ് റേറ്റ് 9700 പെർ മീറ്റർ ക്യൂബ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുക സിമെന്റിന്. അത് എഴുതുക. പിന്നെ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 7.85 കിൻഡലാണ്. അത് എഴുതുക. അത് 10 മീറ്റർ ക്യൂബിനാണ്. അതെല്ലാം ഔട്ട് നോക്കാം. 10 മീറ്റർ ക്യൂബിനാണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റീൽ 7.85 കിൻഡൽ. ഓരോ കിൻഡലിന്റെ റേറ്റ് ടോട്ടൽ ക്വാണ്ടിറ്റി എഴുതാം. പിന്നെയുള്ള ബൈൻഡിങ് വയർ എന്ന് എഴുതണം. നിങ്ങൾ ആർ സി സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബൈൻഡിങ് വയർ. ബൈൻഡിങ് വയർ എന്ന് പറഞ്ഞാൽ കെട്ടുകമ്പി എന്നാണ് പറയാം. നിങ്ങളുണ്ടല്ലോ ചെറിയൊരു നൂൽക്കമ്പി ഉണ്ടാവും ഈ റീഇൻഫോഴ്സ്മെന്റ് കറക്റ്റ് ആയിട്ട് ഉറപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് നൂൽക്കമ്പി വെച്ച് കെട്ടും. അതാണ് ബൈൻഡിങ് വയർ എന്ന് പറയുന്നത്. ബൈൻഡിങ് വയർ ഒരു ഏകദേശം 1.5 കിലോഗ്രാം എടുത്തോ. അത് നിങ്ങളുടെ ഒരു അസംഷൻ. അതായത് 10 മീറ്റർ ക്യൂബിന് 1.5 കിലോ എടുത്താൽ മതി. നിസ്സാര റേറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ മാറ്റം വരില്ല. അതിന് 65 പെർ കിലോഗ്രാം ആണ് റേറ്റ്. അപ്പോൾ ടോട്ടൽ റേറ്റ് 97.5 എന്ന് പറഞ്ഞു വരും. എന്നിട്ട് നമ്മൾ ടോട്ടൽ മെറ്റീരിയലിന്റെ കോസ്റ്റ് എഴുതും, എല്ലാം കൂടെ ആഡ് ചെയ്ത്. പിന്നെ അതേപോലെ ലേബർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ എല്ലാം ലേബറിന് ഏതൊക്കെ ലേബർ ആണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും. അത് അതേപോലെ എഴുതുക. ഓരോ ലേബറിന് എത്ര ക്വാണ്ടിറ്റി വേണം. ഇത് അര നമ്പർ എന്ന് പറഞ്ഞാൽ ആ ഹെഡ് മെസിനെ പകുതിയായിട്ട് മുറിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഹെഡ് മെസിന്റെ ഹാഫ് ഡേ വർക്ക് നമുക്ക് ആവശ്യമുണ്ടെന്നാണ്. ഹാഫ് ഡേ വർക്ക് ആവശ്യമുള്ളൂ എന്നാണ്. അപ്പോൾ പെർ ഡേ ക്വാണ്ടിറ്റി ഉണ്ടാവും. അതേപോലെ അതിന്റെ ക്വാണ്ടിറ്റി ടോട്ടൽ കോസ്റ്റ് എഴുതുക. പിന്നെ എത്ര മെയ്സൺ വേണം, ഓരോ മെയ്സിന്റെയും പെർ ഡേ റേറ്റ്, ഓരോ യൂണിറ്റ് മെയ്സിന്റെ അതായത് യൂണിറ്റ് മെയ്സൺ എന്നാ പറയാം. ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞ പോലെ 3 മെയ്സൺ ആയിരിക്കില്ല ഒരു പക്ഷെ. ഒരു മെയ്സൺ 3 ദിവസം പണിയെടുക്കണം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ അത് നമ്മൾ നോക്കണ്ട. നമ്മൾ ഇവിടെ യൂണിറ്റ് മെയ്സൺസ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. പിന്നെ അതേപോലെ മസ്ദൂർ എത്ര നമ്പർ, ഓരോന്നിന്റെയും ക്വാണ്ടിറ്റി, ഓരോ അതിന്റെയും റേറ്റ് എഴുതുക. ഹിസ്റ്ററി. പിന്നെ ഇത് മാറ്റം വരുന്ന ആകെ നിങ്ങൾ ലംസം എന്നുള്ളത്. ലംസം അവർ പറഞ്ഞിട്ടുണ്ടാവും എത്ര എടുക്കുന്നതെന്നുള്ളത്. അത് എപ്പോഴും ഈ ടൂൾസ് ആൻഡ് പ്ലാൻസ്. പിന്നെ സൺറൈസ് എന്ന് പറഞ്ഞാൽ അത് ഈ സൺറൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് സൺറൈസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ ലംസം മാറ്റം എടുക്കുക. അതൊരു 250 എടുക്കുക. എന്നിട്ട് ബേസ് നേരത്തെ പോലെ തന്നെ കാര്യങ്ങൾ തന്നെ. മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി, അതായത് ആർ സി സിക്ക് വേണ്ട മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റിയാണ് ഇത്. അത് ടോട്ടൽ കോൺക്രീറ്റിങ്ങിന് വേണ്ട മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി, മെറ്റീരിയലിന്റെ ലേബറിന്റെ ക്വാണ്ടിറ്റി. ഇതാണ് നമ്മൾ ആദ്യം എഴുതിയത്. എന്താണ് മെറ്റീരിയൽ ഫോർ കോൺക്രീറ്റ്, പിന്നെ ലേബർ ഫോർ കോൺക്രീറ്റ്, കോൺക്രീറ്റിന്റെ മാത്രം കാര്യങ്ങൾ ഓരോന്നും എഴുതുക ടോട്ടൽ. പിന്നെ നെക്സ്റ്റ് എഴുതാന്ന് വെച്ചാൽ ലേബർ ഫോർ സ്റ്റീൽ, അതായത് ബൈൻഡിങ്, ക്രാങ്കിങ്, ബെൻഡിങ് ഓഫ് സ്റ്റീൽ ബാർസ്. അതായത് നമ്മുടെ സ്റ്റീൽ ബാറുകൾ ബെൻഡ് ചെയ്യാനും അപ്പൊ കറക്റ്റ് ബെൻഡ് ചെയ്യാനും കൂട്ടിക്കെട്ടാനും പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ലേബർ വേണ്ടത്. അതിന്റെ മെറ്റീരിയൽസും ലേബറും വളരെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇതൊക്കെ നോക്കാം. ഫസ്റ്റ് നമ്മൾ ലേബർ ആൻഡ് മെറ്റീരിയൽ ഫോർ സ്റ്റീൽ വർക്ക്. അപ്പം ബ്ലാക്ക് സ്മിത്തിന്റെ എണ്ണം ഇതൊക്കെ ക്വസ്റ്റ്യൻ പറയും എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന്. പിന്നെ എല്ലാം ആഡ് ചെയ്യുക. സെപ്പറേറ്റ് ആയിട്ട് എഴുതണം ഓരോന്നും.
അല്ലെങ്കിലും വിഷയമില്ല, നിങ്ങൾ ഒരുമിച്ച് എഴുതാം. പക്ഷെ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവരും സെപ്പറേറ്റ് എഴുതാം. ഇത് സ്റ്റീൽ വർക്കിന് വേണ്ട മറ്റ് ഇതും കാര്യങ്ങളും. പിന്നെ മറ്റേ ഷട്ടറിങ്ങിന്റെ ആവശ്യമുണ്ട്. അതായത് RCC വർക്കാണ്. നേരത്തെ ഇതേപോലെ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിംഗ് അല്ല, അപ്പൊ RCC വർക്കാണ്. RCC വർക്കിന് വേണ്ടതെന്ന് വെച്ചാൽ ഷട്ടറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഇതിനകത്ത് നമ്മള് സ്റ്റീൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പം ഈ കോൺക്രീറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് ഒരു ടീമും, പിന്നെ എന്താണ് ഈ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് വർക്കുകൾ ചെയ്യുന്ന വേറെ ടീമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഷട്ടറിങ് ചെയ്യുന്ന വേറെ ടീമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, എല്ലാ മെറ്റീരിയൽസ് എഴുതി. മെറ്റീരിയൽസിനകത്ത് നമ്മൾ സ്റ്റോൺ, സാൻഡ്, സിമെന്റ്, സ്റ്റീൽ എല്ലാം ബൈൻഡിങ് വർ എല്ലാം എടുത്തു. പിന്നെ ലേബർ ഫോർ കോൺക്രീറ്റിംഗ് വർക്കിന് മാത്രം, അതായത് കോൺക്രീറ്റ് മിക്സ് ചെയ്യാനത് പ്ലേസ് ചെയ്യാനുള്ള കോൺക്രീറ്റ് ലേബേഴ്സ്. പിന്നുള്ളത് റീഇൻഫോഴ്സ്മെന്റ് അറേഞ്ച് ചെയ്യാനും അത് കെട്ടാനും ഒക്കെയുള്ള ആളുകൾ. അപ്പൊ അതിന്റെ ഒക്കെ ലേബറിന്റെ ഓരോ കാര്യങ്ങൾ ടോട്ടൽ കോസ്റ്റ് എഴുതി. പിന്നെ ഉള്ളത് വെച്ചാൽ ഷട്ടറിങ്ങിന് വേണ്ട ലേബേഴ്സ്, പിന്നെ അതിന്റെ മെറ്റീരിയൽസ്. അതായത് ഷട്ടറിങ്ങിന് വേണ്ട ലേബർ അത് ഒരുമിച്ചായിരിക്കും ചെയ്യുന്നത് ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ മെറ്റീരിയൽ. എന്തൊക്കെയാണ് വേണ്ടത് നോക്കിയാൽ, ടിമ്പർ പ്ലാങ്ക്സ് വേണം, പിന്നെ കാർപ്പൻറ്റർ, മസ്ദൂർ, നെയിൽസ്, ടൂൾസ് ആൻഡ് ഫണ്ട്സ്. അതെല്ലാം മിക്ക കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പറയും. ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്താൽ മതി. അപ്പൊ ഇതിനകത്ത് മിക്ക കാര്യങ്ങളും ലംസമായിട്ടാണ് എടുക്കുന്നത്. കാർപ്പൻറ്റർ, മസ്ദൂറിന്റെ മാത്രം കാര്യങ്ങൾ നമ്പേഴ്സ് ആയിട്ട് എടുക്കും. ടോട്ടൽ കോസ്റ്റ് എഴുതുക. ഓരോന്നിനും വേണ്ട ടോട്ടൽ കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്ത് ലാസ്റ്റ് ടോട്ടൽ കോസ്റ്റ് എഴുതുക. അതായത് എല്ലാ മെറ്റീരിയൽസും എല്ലാ ലേബേഴ്സിനും ടോട്ടൽ കോസ്റ്റ് എഴുതുക. അതിന്റെ കൂടെ 1.5% വാട്ടർ ചാർജ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ 1,06,450 രൂപയുടെ 1.5% വാട്ടർ ചാർജ്. പിന്നെ കോൺട്രാക്ട് പ്രോഫിറ്റ് 10% അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ആഡ് ചെയ്യുക. അതായത് മെറ്റീരിയൽസിന്റെ ലേബേഴ്സിന്റെ കോസ്റ്റ്, പിന്നെ അതിന് വേണ്ട വാട്ടർ ചാർജിന്റെ കോസ്റ്റ്, കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് എടുക്കും. അതാണ് നമ്മുടെ 10 മീറ്റർ ക്യൂബിന് വേണ്ട 10 മീറ്റർ ക്യൂബിന്റെ കോസ്റ്റ്. ഇപ്പോൾ 1 മീറ്റർ ക്യൂബിന് എത്ര കോസ്റ്റ് ആയിരുന്നു കണ്ടുപിടിക്കുക. ഇതാണ് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ. ഇതാണ് മിക്കപ്പോഴും നിങ്ങൾക്ക് ചോദിക്കാനുള്ള RCCന്റെ എസ്റ്റിമേറ്റ് ആയിരിക്കും. അപ്പോൾ ഓർത്തിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നമ്മളൊരു കോൺക്രീറ്റ് വർക്കിൽ നമ്മൾ സിമെന്റിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 15.2 ഡിവൈഡ് ബൈ സം ഓഫ് പ്രൊപ്പോർഷൻസ് ആണ്. ഇത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുക. ഇത് മാത്രം നിങ്ങൾ ഓർത്ത് വെക്കാനുള്ളൂ. വേറെ വലിയ കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കാനില്ല. ബാക്കിയെല്ലാം നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഈ നോട്ട്സ് ഒക്കെ ഒന്ന് റെഫർ ചെയ്താൽ മതി. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതായത് ഇതിപ്പം ബ്രിക്ക് വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിർത്തുന്നത്. ഇനി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത പല കാര്യങ്ങളും ഉണ്ടാവും, വേറെ ടൈപ്പ് വർക്കുകൾ. അതിൽ ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. സ്റ്റിൽ നിങ്ങളൊന്ന് റെഫർ ചെയ്താൽ ആ ഫോർമുല മാത്രം കണ്ടുപിടിച്ചാൽ മതി, ഓർത്ത് വെച്ചാൽ മതി. അതായത് എങ്ങനെയാണെന്നുള്ളത് കാര്യങ്ങൾ. അപ്പൊ അത് മാത്രം പഠിച്ചിട്ട് ബാക്കി കാര്യങ്ങൾക്ക് ടേബിൾ ഫോർമാറ്റിലൊക്കെ എഴുതാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസ് മനസ്സിലായോ എല്ലാവർക്കും? സ്പീഡിലാണ് പോയത്. കാര്യം സിമ്പിൾ കാര്യമായതുകൊണ്ട് ഞാൻ സ്പീഡിൽ പോയത്. എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അരുണിമയന്മാരുണ്ടോ? മനസ്സിലായോ? അത് വലിയ അത് ചിന്തിക്കാനൊന്നുമില്ല. പിന്നെ ആരോടാ ചോദിക്കാം? റിനിലുണ്ടോ? റിനിൽ മനസ്സിലായോ? കുഴപ്പമില്ല. ഇത് വളരെ സിമ്പിൾ കാര്യമാണ്. ജസ്റ്റ് നിങ്ങൾ ഓർത്ത് കണ്ടത് ഇക്വേഷൻ മാത്രമാണ്. 15.2 സം ഓഫ് പ്രൊപ്പോർഷൻസ് കോൺക്രീറ്റ് വർക്ക്സ് എന്ന് പറഞ്ഞു. ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ബ്രിക്ക് വർക്കിന് കണ്ടുപിടിക്കുന്നു. ബ്രിക്ക് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ പണ്ട് ചോദിച്ചപ്പോൾ എല്ലാവരും ആൻസർ പറഞ്ഞ കാര്യമാണ്. 1 മീറ്റർ ക്യൂബിന് എത്ര ബ്രിക്ക് വേണം? സ്റ്റാൻഡേർഡ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ സൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 20 സെന്റിമീറ്റർ ബൈ 10 സെന്റിമീറ്റർ ബൈ 10 സെന്റിമീറ്റർ. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ബ്രിക്കിന്റെ സൈസ്. 500 നമ്പേഴ്സ് വേണം, 500 നമ്പേഴ്സ് വേണം 1 മീറ്റർ ക്യൂബിൽ. നമ്മൾ ഇതും നമ്മൾ മീറ്റർ ക്യൂബിലാണ് നമ്മളുടെ ക്വാണ്ടിറ്റി. ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന മീറ്റർ ക്യൂബിലാണ്. കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന മീറ്റർ ക്യൂബിലാണ്. അപ്പോൾ മീറ്റർ ക്യൂബിൽ എക്സ്പ്രസ് ചെയ്യുന്ന എല്ലാ ക്വാണ്ടിറ്റി നമ്മൾ 10 മീറ്റർ ക്യൂബ് സ്റ്റാൻഡേർഡ് നമ്മൾ ഓരോ എല്ലാ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ചെയ്യും. അപ്പൊ ഇതിനകത്ത് യൂസ് ചെയ്യേണ്ട ഫോർമുല ഡിഫറെന്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ മിക്സ് പ്രൊപ്പോർഷൻ ഒക്കെ മാറി. അപ്പൊ ഇതിനകത്ത് യൂസ് ചെയ്യേണ്ട ഫോർമുല വേറെയാണ്. ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത്? ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് റിക്വയർഡ് ഫോർ 10 മീറ്റർ ക്യൂബ് ഓഫ് ബ്രിക്ക് മേസൺറി. അതായത് 10 മീറ്റർ ക്യൂബ് വലിപ്പമുള്ള ഒരു ബ്രിക്ക് മേസൺറിയിൽ നമുക്ക് എത്ര സിമെന്റ് വേണം, അതിനകത്ത് എത്ര വോളിയം സിമെന്റ് വരും എന്നതാണ്
കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ 3 ഡിവൈഡ് ബൈ സം ഓഫ് പ്രൊപ്പോർഷൻസ് ആണ്. അപ്പൊ മറ്റേ ഇക്വേഷൻ മാറ്റമുണ്ട്. മറ്റേ ഇക്വേഷൻ എന്തായിരുന്നു 15.2 ഡിവൈഡ് ബൈ സം ഓഫ് പ്രൊപ്പോർഷൻസ്. ഇതിനകത്ത് 3 ഡിവൈഡ് ബൈ സം ഓഫ് പ്രൊപ്പോർഷൻസ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ 1:3 സിമെന്റ് മോർട്ടാറിലാണ് നമ്മൾ മേസൺറി ചെയ്യുന്നത്. അതായത് നമ്മൾ അതിന്റെ അകത്ത് നമ്മൾ എന്താ പറയാ നമ്മളുടെ സിമെന്റ് മോർട്ടാർ കൊടുക്കില്ലേ ഈ ബ്രിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പരസ്പരം അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സിമെന്റ് മോർട്ടാർ അല്ലേ, അത് 1:3 പ്രൊപ്പോർഷൻസിനാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസരത്തിൽ എന്തായിരിക്കും, എത്ര സിമെന്റ് വേണം എന്നതാണ് കണ്ടുപിടിക്കണമെങ്കിൽ 10 മീറ്റർ ക്യൂബ് ഓഫ് ബ്രിക്ക് മേസൺറിക്ക് ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു 3 ഡിവൈഡ് ബൈ സം ഓഫ് പ്രൊപ്പോർഷൻ. സം ഓഫ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 1:3 ആണ്. അതായത് 1 പാർട്ട് ഓഫ് സിമെന്റിന് 3 പാർട്ട് ഓഫ് സാൻഡ് ആണ് നമ്മളുടെ. അതിനകത്ത് കോസഗ്രേറ്റ് വരുന്നില്ല, അറിയാലോ നമുക്ക്, സാധാ മോർട്ടാറാണ്, അതിനകത്ത് കോസഗ്രേറ്റ് വരില്ല. അപ്പം ഒരു 10 മീറ്റർ ക്യൂബ് ബ്രിക്ക് മേസൺറിയിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാമെങ്കിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡ് ബൈ സം ഓഫ് പ്രൊപ്പോർഷൻസ്. അതപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് കിട്ടും 3/4 മീറ്റർ ക്യൂബ്, അതായത് 0.75 മീറ്റർ ക്യൂബ്. ഇതാണ് നമ്മളുടെ ബ്രിക്ക് മേസൺറിയിലുള്ള ടോട്ടൽ സിമെന്റിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഇതുപോലത്തെ കുറച്ച് ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ തന്നെ ഈ മൊഡ്യൂൾ നിങ്ങൾ സിമ്പിൾ ഇക്വേഷൻസ് ആണ്. നമ്മൾ എന്താണ്, കോൺക്രീറ്റിലാണ് നമ്മൾ സിമെന്റിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നതെങ്കിൽ 15.2 ഡിവൈഡ് ബൈ സം ഓഫ് പ്രൊപ്പോർഷൻ, ബ്രിക്ക് മേസൺറിയിലാണെങ്കിൽ 3 ബൈ സം ഓഫ് പ്രൊപ്പോർഷൻ, അങ്ങനെ കാര്യമാണ്. നമുക്ക് ഈ ക്വസ്റ്റൻ ഒന്ന് ചെയ്ത് നോക്കാം. Prepare the rate analysis for first class brickwork in superstructure with 20/20 by 10 centimeter brick. ഇത് സ്റ്റാൻഡേർഡ് ബ്രിക്കിനുള്ള കാര്യമാണ് പറയുന്നത്. നമ്മുടെ 3 മീറ്റർ ക്യൂബ് ഒട്ടുമിക്ക സ്ഥലത്ത് സ്റ്റാൻഡേർഡ് ബ്രിക്ക് ആയിരിക്കും അവർ ചോദിക്കുക. ചിലപ്പോൾ അവർ ലാറ്ററൈറ്റ് ഒക്കെ ചോദിച്ചുകൂടാന്നില്ല. അതുപോലെ കോൺക്രീറ്റ് ബ്രിക്സ്, അല്ലെങ്കിൽ എന്താ പറയാ, കോൺക്രീറ്റ് ബിൽഡിംഗ് ബ്ലോക്കുകൾ ഉണ്ടാവും, അതിന്റെ ചിലപ്പോൾ ചോദിക്കാം. പക്ഷെ അതിനകത്ത് ഉള്ള ഇക്വേഷൻ ഒക്കെ അവൈലബിൾ ആണോ എന്ന് അറിയില്ല. നമുക്ക് ബ്രിക്ക് വർക്കിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3 ബൈ സം ഓഫ് പ്രൊപ്പോർഷൻസ് ആണ്. അപ്പൊ ഈ 3 എന്നൊക്കെ വരുന്നത് ശരിക്കും എന്താ പറയാ, നമ്മുടെ വെറ്റ് ആയിട്ടുള്ള ഡ്രൈ മിക്സിന്റെ ക്വാണ്ടിറ്റിയാണ്. അതിങ്ങനെ വെറ്റ് ആകുമ്പോൾ എത്ര ആയിട്ട് കുറയും എന്ന കാര്യങ്ങളൊക്കെയാണ് ഈ 3 വരുന്നത്, മനസ്സിലായോ? അപ്പോൾ 10 മീറ്റർ ക്യൂബ് ബ്രിക്ക് മേസൺറിയിൽ നമ്മൾ ഡ്രൈ ആയിട്ട് ഏകദേശം 3 മീറ്റർ ക്യൂബ് എന്ത് ചെയ്യണം, മോർട്ടാർ കൊടുക്കണം. അങ്ങനെയാണ് ഇക്വേഷൻസ് വരുന്നത്. അപ്പൊ ഇക്വേഷൻസ് വരുന്ന വഴി നിങ്ങൾ നോക്കണ്ട, ഇക്വേഷൻസ് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ബ്രിക്ക് വെച്ചിട്ടാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ചെയ്തിരിക്കുന്നത്. 1:6 സിമെന്റ് മോർട്ടാർ ആണ്. അത് 1 മീറ്റർ ക്യൂബ് ആണ് ബ്രിക്ക് വർക്കിന്റെ ടോട്ടൽ വോളിയം. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന നേരത്തെ ക്വസ്റ്റ്യൻ ഉള്ള പോലെ തന്നെ റേറ്റ് ഓഫ് മെറ്റീരിയൽ ലേബർ വിൽ പ്രൊവൈഡഡ് ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളൊരു എക്സാമ്പിൾ എടുത്ത പോലെ തന്നെ ഇതാകണ്ടില്ലേ, എല്ലാത്തിലും എല്ലാ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനൊക്കെ MG യൂണിവേഴ്സിറ്റിയിൽ പണ്ട് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ റേറ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരില്ലായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ റേറ്റ് ഏകദേശം നമ്മൾ ഓർത്ത് വെച്ചിട്ട് പോകണം. അതായത് നിങ്ങൾ ആലോചിച്ചു ഇത്രയും മെറ്റീരിയൽസ് വരും, ഓരോന്നിന്റെ റേറ്റ് ഏകദേശം നമ്മൾ ലേറ്റസ്റ്റ് CPWD റേറ്റ് ബുക്ക് നോക്കി ഓർത്ത് വെച്ചിട്ടാണ് പോകാൻ. അത് ശരിക്കും മണ്ടത്തരം തീരുമാനമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ നിങ്ങൾ നല്ലൊരു രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. അതിനകത്ത് നിങ്ങൾ റേറ്റ് തരുന്നുണ്ട്, ജസ്റ്റ് ക്വാണ്ടിറ്റി തരുന്നുണ്ട്. ക്വാണ്ടിറ്റി നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി, റേറ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിന്റെ ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പൊ നമ്മൾ ബ്രിക്ക് മേസൺറിന്റെ എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ എന്താണ്, 1 മീറ്റർ ക്യൂബിനുള്ള കണ്ടുപിടിക്കുക, 1:6 സിമെന്റ് മോർട്ടാർ. അപ്പൊ നമ്മൾ പഴയതുപോലെ തന്നെ ഇത് 10 മീറ്റർ ക്യൂബാണ് നമ്മുടെ ബ്രിക്ക് മേസൺറി വർക്ക് നമ്മൾ അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 10 മീറ്റർ ക്യൂബിന് എത്ര നമ്പർ ഓഫ് ബ്രിക്സ് വേണം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബ്രിക്ക് മേസൺറിക്ക് എന്തൊക്കെയാ വരിക, ബ്രിക്സ് വരും, പിന്നെ സിമെന്റ് വരും, സാൻഡ് വരും. ഇത് മാത്രമാണ് മെറ്റീരിയൽസ് ആയിട്ട് വരുള്ളൂ അല്ലെ ബ്രിക്ക് മേസൺറിക്കകത്ത്. RCCയിലെ പോലെ സ്റ്റീൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഉള്ളത് ചിലപ്പോൾ സ്റ്റീൽ റീൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ചില ബ്രിക്ക് മേസൺറികൾ ഉണ്ട്. അത് നിങ്ങളുടെ എക്സ്പെക്ട് ചെയ്യണ്ടായിരിക്കും വിചാരിക്കുന്നു. പക്ഷെ ഇതൊക്കെ നമ്മുടെ ബുക്കിൽ പറയുന്നുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്സിൽ ഇതിന്റെയൊക്കെ പ്രൊപ്പോർഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ അത് റെഫർ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ദിവസം എല്ലാം ഞാൻ ഇതേപോലെ ഇതിന്റെ പ്രൊപ്പോർഷൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്ന കാര്യം മാത്രം ഞാൻ എഴുതിക്കൊണ്ടുവരാം. അപ്പൊ നമ്പർ ഓഫ് ബ്രിക്സ് റിക്വയർഡ് ഫോർ 10 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്ക്. നമ്മൾ 1 മീറ്റർ ക്യൂബിന് 500 ബ്രിക്ക്, അപ്പൊ 10 മീറ്റർ ക്യൂബിന് 5000 ബ്രിക്ക് വേണം. ഇങ്ങനെയാണ് 5000 നമ്പേഴ്സ് എഴുതുക 10 മീറ്റർ ക്യൂബ്. പിന്നെ ഉള്ളത് ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് റിക്വയർഡ് ഫോർ 10 മീറ്റർ ക്യൂബ്.
ഓഫ് ബ്രിക്ക് വർക്ക്. ഇത് നമ്മൾ 10 മീറ്റർ ക്യൂബ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന കാര്യം. മീറ്റർ ക്യൂബിലുള്ള കാര്യങ്ങൾ നമ്മൾ 10 മീറ്റർ ക്യൂബ് അസ്യൂം ചെയ്യുന്നു. നമ്മൾ മീറ്റർ സ്ക്വയറിൽ ഇപ്പോൾ പ്ലാസ്റ്ററിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, 100 മീറ്റർ സ്ക്വയറിനുള്ളതാണ് ആയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിട്ട് അതിന്റെ അതിന് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, കോസ്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ എത്രയാണോ കൺവേർട്ട് ചെയ്യും. നമ്മളിപ്പം മീറ്റർ ക്യൂബ് എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ട് ആണ് നമ്മൾ 10 നിർത്തിയത്. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് റിക്വയർഡ് ഫോർ 10 മീറ്റർ ക്യൂബ് ഓഫ് ബ്രിക്ക് വർക്ക്. എന്താ ഒരു ഇൻഡിക്കേഷൻ? 3 ഡിവൈഡഡ് ബൈ സം ഓഫ് പ്രൊപ്പോർഷൻസ്, അതായത് 1 + 6, അതായത് 1:6 ആണ് നമ്മളുടെ ഈ യൂസ് ചെയ്തിരിക്കുന്ന സിമെന്റ് മോർട്ടാർ. അപ്പോൾ 3 ഡിവൈഡ് ബൈ 1 + 6, 3 ഡിവൈഡ് ബൈ 7 എന്ന് വരും. അപ്പം ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് 10 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിലെ ക്വാണ്ടിറ്റി ഓഫ് ഡ്രൈ സിമെന്റ് ഈക്വൽ ടു 0.45 മീറ്റർ ക്യൂബ് ആണ് വരിക. അതായത് 0.45 മീറ്റർ ക്യൂബ് ആണ് നമ്മളുടെ ബ്രിക്ക് വർക്കിൽ വേണ്ട ഡ്രൈ സിമെന്റിന്റെ വോളിയം 0.45 മീറ്റർ ക്യൂബ് വരും. അപ്പൊ അതേപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പഠിക്കാം, ക്വാണ്ടിറ്റി ഓഫ് സാൻഡ് 10 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിലെ ക്വാണ്ടിറ്റി ഓഫ് സാൻഡ് എങ്ങനെ കണ്ടുപിടിക്കാം? 0.45 മൾട്ടിപ്ലൈഡ് ബൈ 6. കാര്യം എന്താ, നമ്മുടെ പ്രൊപ്പോർഷൻ 1:6 ആണ്. അപ്പോൾ 0.45 മൾട്ടിപ്ലൈഡ് ബൈ 6, 2.7 മീറ്റർ ക്യൂബ് ആണ് നമ്മളുടെ ക്വാണ്ടിറ്റി ഓഫ് സാൻഡ് വരിക 10 മീറ്റർ ക്യൂബ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഈ ടാബ്ല ഫോമിലേക്ക് എഴുതുക. എന്തൊക്കെ മെറ്റീരിയൽസ് വേണ്ടേ? ഫസ്റ്റ് മെറ്റീരിയൽ വേണ്ട ബ്രിക്ക്, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കാണ്, ബ്രിക്സ് ആണ് വേണ്ടത്. 5000 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് എക്സ്പ്രസ് ചെയ്യുന്ന ശരിക്കും 1000 ബ്രിക്കിന് 8000 രൂപ എന്നൊക്കെ രീതിയാണ്. ശരിക്കും എന്താണ് വരിക? 8 rupees പെർ ബ്രിക്ക് എന്നാണ് വരിക. പക്ഷെ നമ്മൾ 1000 ബ്രിക്ക് ഒരുമിച്ച് എടുക്കുന്നത്. അപ്പൊ ഒരുമിച്ച് റേറ്റ് ആണ് പറയാം, 8000 rupees പെർ 1000 ബ്രിക്ക്. അപ്പൊ 1000 ബ്രിക്കിന് 8000 രൂപയാണെങ്കിൽ 5000 ബ്രിക്കിന് 40,000 രൂപ വരും. പിന്നെ സിമെന്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതിന്റെ ക്വാണ്ടിറ്റി ഈക്വേഷൻ വെച്ച് സിമെന്റിന്റെ ക്വാണ്ടിറ്റി 0.45 മീറ്റർ ക്യൂബ് ആണ്. സിമെന്റിന്റെ റേറ്റ് എഴുതുക, ടോട്ടൽ കോസ്റ്റ് എഴുതുക. പിന്നെ സാൻഡ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് 0.7 അല്ല കേട്ടോ, 2.7 ആണ്. 2.7 ആണ് കേട്ടോ, 0.7 അല്ല, 2.7 ആണ് കേട്ടോ, കറക്റ്റ് ആണ്. 2.7 മീറ്റർ ക്യൂബ് ആണ്. 2.7 മീറ്റർ ക്യൂബ് എന്താ വരിക? 1500 പെർ മീറ്റർ ക്യൂബ്. 1500 മൾട്ടിപ്ലൈഡ് ബൈ 2.7, 4050 രൂപ വരും. എന്നിട്ട് നമ്മൾ മെറ്റീരിയൽ അല്ലാതെ കൂടി കോസ്റ്റ് എഴുതാം. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ, ഇത് 0.7 അല്ല, 2.7 ആണ്. അപ്പോൾ 4050 രൂപ വരും. എന്നിട്ട് നമ്മൾ ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് എഴുതാം. അതേപോലെ ലേബർ എല്ലാം നിങ്ങൾ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ടാവും. മിസ്ട്രി, ഹെഡ് മേസൺ, മസ്ദൂർ, ബോയർ, വൻകൂലി, ഡിസ്റ്റി, സ്കഫോൾഡിംഗ്, സൺറൈസ് ആൻഡ് ടൂൾസ് ആൻഡ് പ്ലാൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഓരോന്നിന്റെ റേറ്റും പറഞ്ഞിട്ടുണ്ടാവും. ടോട്ടൽ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. എന്നിട്ട് മെറ്റീരിയൽസിന്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. ഇനി പിന്നെ കൂടെ കൺവെയൻസ് ചാർജ്, അതായത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, അങ്ങനെ എന്തെങ്കിലും ചാർജ് വരുന്നുണ്ടെങ്കിൽ അതും സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് കൂട്ടുക. എന്നിട്ട് എല്ലാം കൂടെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുക. ഇതാണ് നമ്മുടെ ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരമാണെങ്കിൽ മെറ്റീരിയൽ ലേബറിന്റെയും കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്. എന്നിട്ട് ഈ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1.5% വാട്ടർ ചാർജ്. വാട്ടർ ചാർജ് എപ്പോഴും 1.5% ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത്. അത് ആഡ് ചെയ്യുക. കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് 10% ആഡ് ചെയ്യുക നമ്മളുടെ ഈ ടോട്ടൽ കോസ്റ്റിന്റെ കൂടെ. എന്നിട്ട് ടോട്ടൽ കോസ്റ്റ് പ്ലസ് വാട്ടർ ചാർജ് പ്ലസ് കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ്, ഇതെല്ലാം കൂടി നമ്മൾ എഴുതാം. അതായത് 10 മീറ്റർ ക്യൂബിന് 64,232 രൂപ വരും. എല്ലാം കൂടെ ആഡ് ചെയ്ത് വരും 10 മീറ്റർ ക്യൂബ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 1 മീറ്റർ ക്യൂബിന്റെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ 10 മീറ്റർ ക്യൂബിന് 64,000 വരുമ്പോൾ 1 മീറ്റർ ക്യൂബിന് 6,423 രൂപ 1 മീറ്റർ ക്യൂബ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. 1.5 മീറ്റർ ക്യൂബിനാണെങ്കിൽ ഇതിന്റെ 1.5, 5 മീറ്റർ ക്യൂബിനാണെങ്കിൽ നമ്മൾ 10 മീറ്റർ ക്യൂബിന് കണ്ടുപിടിച്ച് ഡിവൈഡ് ബൈ 2 ചെയ്യാം. 6 മീറ്റർ ക്യൂബിനാണെങ്കിൽ അത് നമ്മൾ ബേസിക് മാത്സ് ആണല്ലോ, 1 മീറ്റർ ക്യൂബിന് കണ്ടുപിടിച്ചിട്ട് 6 മീറ്റർ ക്യൂബിന് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രിക്ക് വർക്കിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത് ഈ സാൻഡിന്റെ ഇത് 2.7 മീറ്റർ ക്യൂബ് ആണ്. ഞാൻ എഴുതിയപ്പോൾ മറക്കാറുണ്ടോ, 0.7 മീറ്റർ ക്യൂബ് എഴുതിയേക്കുന്നത് 2.7 മീറ്റർ ക്യൂബ് ആണ് നേരത്തെ കണ്ടുപിടിച്ചത്. 2.7 മീറ്റർ ക്യൂബ്. ഇത്രയാണ് നമ്മളുടെ എസ്റ്റിമേഷൻ കാര്യങ്ങൾ വരുന്നത്. ഇത് 2 ടൈപ്പ് നമ്മൾ നോക്കി. ഒന്ന് സാധാ RCC നോക്കി, സാധാ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് നോക്കി, പിന്നെ RCC നോക്കി, പിന്നെ ബ്രിക്ക് വർക്ക് നോക്കി. അപ്പൊ ഈ 3ന്റെ ഇക്വേഷൻസ് ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് ഓർത്ത് വെക്കുക. ബാക്കിയൊക്കെ എല്ലാം സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആണ്. അപ്പം ഇത് മനസ്സിലാകാത്തായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. സ്റ്റിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാനിത് നിങ്ങളോട് എഴുതാൻ പറയാത്ത കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. അതൊരു സിമ്പിൾ കാര്യമാണ്. നിങ്ങൾ ഈ നോട്ട്സ് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ആ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് ഓരോന്നിനെയും കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ മാത്രം ഓർത്ത് വെക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ആർക്കെങ്കിലും മനസ്സിലാകാത്തിട്ടുണ്ടോ? എന്തെങ്കിലും പാർട്ടിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ?
റുസ്നാബി ഇല്ല സർ, മനസ്സിലായി. ഓക്കെ. ഹലോ, ആ കേൾക്കുന്നുണ്ട്. വേറെ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ അല്ലെ? മനു ഉണ്ടോ? മനു ഉണ്ടോ കോളില്? മനസ്സിലായോ? കുഴപ്പമില്ല. അത് നിങ്ങളൊന്ന് പിന്നീട് റെഫർ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാകും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് മിക്കപ്പോഴും മൊഡ്യൂൾ നോക്കിയാൽ അധികം കായികമായിട്ട് ചോദിക്കാൻ സാധ്യതയില്ല. കാരണം ഇത് മൊഡ്യൂൾ നിങ്ങൾ നല്ലപോലെ പഠിച്ച എന്താണ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പക്ഷേ ഭാഗ്യം ഉണ്ടെങ്കിൽ 20 മാർക്സ്